ഫുള്ള് മഴ. ജെസി ഫുള്ള് പേപ്പർ നോക്കിയാൽ ഫുള്ള് മഴയാണല്ലോ. എല്ലാ പേപ്പറിലും ഫുള്ള് വെള്ളമാണ്. ഇപ്പം അതിന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലേ, ഈ വർഷം നല്ല ശക്തമാണ് തെക്ക് പടിഞ്ഞാറിന്. തെക്ക് പടിഞ്ഞാറിനോ? ആ, മഴക്കാലല്ലേ? തെക്ക് പടിഞ്ഞാറിനെ കുറിച്ച് അറിയില്ല? ഇല്ലല്ലോ. മഴക്കാലം തന്നെ കേരളത്തിൽ രണ്ട് മഴക്കാലുണ്ട്. ഇപ്പം നമുക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. ഓ, അപ്പോൾ കേരളത്തിൽ തെക്ക് പടിഞ്ഞാറ്. തെക്ക് പടിഞ്ഞാറ് അത് ശരിക്കും നമുക്കത് പഠിക്കാനുള്ളൊരു സാധനമാണ്. രണ്ട് മഴക്കാലമുണ്ട്, അതിലൊന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലവും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലമുണ്ട്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്നത് തെക്ക് പടിഞ്ഞാറാണ്. തെക്ക് പടിഞ്ഞാറ്. പിന്നെ അത് കഴിഞ്ഞ് ഒക്ടോബർ, നവംബറിലാണ് വടക്ക് കിഴക്കൻ വരുന്നത്. അതിനെ നമ്മൾ പറയാം തുലാമഴ എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയാം. അപ്പോൾ ശരിക്കും ഒരു 6 മാസം നമ്മുടെ ഇവിടെ മഴ ഉണ്ട്. അത് 6 മാസം മഴ, 6 മാസം വെയിൽ. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതിയൊക്കെ ഫുള്ള് തെക്കുന്നും പടിഞ്ഞാറുന്നും അല്ല നമ്മൾ ഇവിടെ കാറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തെക്ക് പടിഞ്ഞാറിനായത് അല്ലേ? പടിഞ്ഞാറാണ്. ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ അല്ലേ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് വളരെ സിമ്പിൾ ആയിട്ട് ഞങ്ങളെ പഠിപ്പിച്ചു തരാം. എന്താ സംഭവം എന്നറിയാം. നമുക്ക് ഭൂമിക്ക് ജൂൺ മാസത്തിൽ ഭൂമിയുടെ നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ പ്രധാനമായിട്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായന രേഖ എന്ന് പറഞ്ഞ രേഖ ഉണ്ട്. നിങ്ങൾ പഠിച്ചില്ലേ ചെറിയ ക്ലാസ്സിൽ? അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? സൂര്യൻ വന്ന് നിൽക്കും. അതായത് ഉത്തരായന രേഖയ്ക്ക് അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ നേർ മുകളിലേക്ക് സൂര്യൻ ഉണ്ടാവുക ജൂൺ മാസത്തിൽ. സ്വാഭാവികമായിട്ട് അവിടെ സൂര്യൻ വരുന്നു, ടെമ്പറേച്ചർ കൂടുന്നു അല്ലെങ്കിൽ താപം കൂടുന്നു. അപ്പോൾ അവിടെ ഏതായിരിക്കും മർദ്ദം വരിക? അവിടെ ലോ പ്രഷർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയർ പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. സ്വാഭാവികമായിട്ട് അവിടെ ന്യൂനമർദ്ദം അനുഭവപ്പെടും. അപ്പോൾ താഴെ ഇത് മർദ്ദം വരിക, അവിടെ ഹൈ പ്രഷർ ആയിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും മർദ്ദം എപ്പോഴും സഞ്ചരിക്കുക എവിടുന്ന് എങ്ങോട്ടാണ് സഞ്ചരിക്കുക? ന്യൂനമർദ്ദത്തിലേക്ക്. അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പറയുന്ന ജൂൺ മാസത്തിൽ സൂര്യൻ മുകളിൽ വരികയും അവിടെ പ്രധാനമായിട്ട് ന്യൂനമർദ്ദം അല്ലെങ്കിൽ ലോ പ്രഷർ വരികയും ചെയ്യുന്ന സമയത്ത് ഉച്ചമർദ്ദത്തിൽ നിന്ന് താഴെ ഉച്ചമർദ്ദമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഹൈ പ്രഷറിൽ നിന്ന് നേരെ കാറ്റുകൾ ഈ ലോ പ്രഷറിലേക്ക് സഞ്ചരിക്കും. അതായത് ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റുകൾ സഞ്ചരിക്കും. അങ്ങനെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ജൂൺ മാസത്തിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത് മൺസൂൺ കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പേര് വരാൻ കാരണം സൗത്ത് വെസ്റ്റ് ഭാഗത്തു നിന്നാണ് ഈ കാറ്റുകൾ വരിക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭൂമി അവിടെ ഒരു ബലം അവിടെ പ്രയോഗിക്കുന്നുണ്ട്, കോറിയോളിസ് ബലം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ കേരളത്തിനകത്ത് വിളിക്കുക, ഈ മഴനെ വിളിക്കുക നമ്മൾ ഇടവപ്പാതി എന്ന് വിളിക്കും അല്ലെങ്കിൽ കാലവർഷം എന്ന് വിളിക്കും. ക്ലിയർ ആയോ? ഓ, ജെയ്സിനെ തെക്ക് പടിഞ്ഞാറ് ഓടിക്കോ.